ഹായ് ഹലോ. കറൻലി ഞാനിപ്പോൾ 35 വീക്ക് പ്രഗ്നൻ്റ് ആണ്. സോ നമുക്കൊരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ കണ്ടാലോ. ആദ്യം നമുക്ക് വാവയ്ക്ക് വേണ്ടിയ സാധനങ്ങൾ എന്തെല്ലാമെന്ന് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിതിൽ ഭാഗം സാധനങ്ങൾ മീ ആൻഡ് മാമ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിയത്. കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിയതാണ്. എനിക്ക് എന്തൊക്കെയാണോ ആവശ്യം അത് മാത്രം ഞാൻ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിയതാണ്. അതിൽ ആദ്യം ഞാൻ 2 സോഫ്റ്റ് ബ്ലാങ്കറ്റ്, റിസീവിംഗ് ബ്ലാങ്കറ്റാണ്. ബ്ലാങ്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ ഈ കമ്പിളി പുതപ്പിൻ്റെ എല്ലാം മെറ്റീരിയല്ലേ, അതുപോലെ ഭയങ്കര സോഫ്റ്റാണ്. അത് 2 എടുത്ത് വെക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ കാണിക്കുന്നത് ഇവിടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വടകരയിലാണ്. സോ ഭയങ്കര തണുപ്പായിരിക്കും. അവൾക്കത് പെട്ടെന്ന് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളാണ് അധികം എടുത്തു വെച്ചത്. പിന്നെ 2 റിസീവിംഗ് ബ്ലാങ്കറ്റ്. ഇതൊക്കെ ഞാൻ തിരുമ്പി നല്ലപോലെ അലക്കി അയൺ ചെയ്ത് വെച്ചതാണ്. സോ 2 റിസീവിംഗ് ബ്ലാങ്കറ്റ്. പിന്നെ 2 ഡ്രൈ ഷീറ്റ് മസ്റ്റാണ്. 2 ഡ്രൈ ഷീറ്റ്. പിന്നെ വൈപ്സ്, ബേബി വൈപ്സ്. പിന്നെ റിസീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ ഇടാൻ വേണ്ടി ക്യൂട്ട് ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മിറ്റൻസ് ആൻഡ് ബുട്ടീസ്. നല്ല തണുപ്പായിരിക്കുമല്ലോ, അപ്പോൾ എപ്പോഴും വാവയെ വാമാക്കി വെക്കാൻ വേണ്ടിയിട്ട് മിറ്റൻസ് ആൻഡ് ബുട്ടീസ്, ക്യാപ്പ്, 2 ക്യാപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫീഡൊക്കെ ചെയ്യുമ്പോൾ വാവ ബേപ്പ് ചെയ്യുമ്പോൾ എല്ലാം തുടച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് തുണികൾ, മസ്ലിൻ, സോഫ്റ്റ് മസ്ലിൻ തുണികളാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 ലെങ്കോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. യൂസ്ഫുൾ ആവുമെന്നല്ല, കാരണം നമ്മൾ ഡയപ്പർ വെക്കുന്നതിനെ കൊണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ ഉള്ളത് റോംബേഴ്സ് ആണ്. ഞാൻ ഒരു കെട്ടുടുപ്പും എടുത്ത് വെച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അവൾക്കത് കുറച്ചും കൂടെ തണുക്കുകയും ചെയ്യും. ഞാൻ എടുത്ത് വെച്ചെല്ലാം ക്യൂട്ട് റോംബേഴ്സ് ആണ്. ഇത് 3 പീസ്. ഞാൻ വാങ്ങിയതെല്ലാം കെട്ടുടുപ്പ്, ബട്ടൺസ് ഉള്ള ഡ്രസ്സുകളായതുകൊണ്ട് ഞാനിപ്പോൾ റീസെൻ്റ്ലി മീഷോന്ന് പർച്ചേസ് ചെയ്ത 3 ഡ്രസ്സുകളാണ്. നല്ല ക്യൂട്ടല്ലേ, ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളാണ്. പിന്നെ ഇത് ഓൾറെഡി അവൻ്റെ അച്ഛൻ വരുമ്പോൾ കൊണ്ടുവന്ന കുറച്ച് ഡ്രസ്സുകളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അവനെ തുടച്ചു കൊടുക്കാൻ കോട്ടൺ തുണികളാണ്. ഇത് കുറച്ച്, ഇതും മീ ആൻഡ് മാമെന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് തുണികളാണ്. നല്ല സോഫ്റ്റ് മസ്ലിൻ ക്ലോത്തുകളാണ്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രൈ ഷീറ്റ്, ഇതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ ബെഡിലെല്ലാം വിരിക്കാൻ നേരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് 2 പാമ്പേഴ്സിൻ്റെ 1 7 എണ്ണാണുള്ളത്. അതുപോലത്തെ 2 പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡ്രൈ ഷീറ്റ് ഇത് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചതാണ്. യൂസ്ഫുൾ ആവുമെന്ന് അറിയില്ല, എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാവിയെ റിസീവ് ചെയ്യാനുള്ള ഒരു ക്യൂട്ട് ബേബി നെസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് വാവയ്ക്ക് വേണ്ടി എടുത്തു വെച്ചത്. ഇനി എനിക്ക് എന്തെല്ലാം എടുത്തു വെച്ചെന്ന് കാണാം. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഫയല്, ഇതുവരെയുള്ള റെക്കോർഡെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 3 മാക്സി നൈറ്റീസ്, ഫ്രണ്ട് ഓപ്പൺ ഫീഡിങ് നൈറ്റീസ് ആണ്. ഇത് 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു യൂസ് വരികയാണെങ്കിൽ. പിന്നെ ഫീഡിങ് ഡ്രസ്സ്, തിരിച്ച് വരുമ്പോൾ ഇടാനുള്ള ഫീഡിങ് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗാർമെൻറ്റ്സ് എന്തൊക്കെയാണോ ആവശ്യം അത് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 വൈറ്റ് തോർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ നല്ല തണുപ്പായിരിക്കും. സോ 3 സോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഷോള്, കവർ ചെയ്യാനുള്ള 2 ഷോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും കോട്ടൺ തുണികൾ ചോദിക്കും, അതുകൊണ്ട് 2 കോട്ടൺ സാരി നല്ലോണം അലക്കി അയൺ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചോദിക്കുകയാണെങ്കിൽ. പിന്നെ കുറച്ച് വെള്ള തുണികൾ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സ്കിൻ കെയർ, ഫേസ് വാഷ്, കുറച്ച് ബഡ്സ്, നമ്മുടെ പേഴ്സണൽ കെയർ, ഷേവിങ് സെറ്റ്, അതുപോലത്തെ കുറച്ച് പേഴ്സണൽ ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റർനിറ്റി കംഫർട്ടബിൾ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സാനിറ്ററി പാഡ്സ് 2 സെറ്റ്, 4 എണ്ണറ്റാണ് ഒരു പാക്കറ്റിലുള്ളത്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കവറുകൾ, നമുക്ക് എന്താ ഈ തുണി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് വരാൻ പറ്റും. 2 അണ്ടർസ്കേർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേദന വരുമ്പോൾ പാട്ട് മറക്കാൻ പാടില്ലല്ലോ, സോ അതുകൊണ്ടൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സോറി, ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആയിരിക്കും, അത് ചില പേർക്ക് അനോയിങ് ആയിരിക്കും. പ്ലീസ് സോറി, അത് ഇഗ്നോർ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ അടുത്ത് തന്നെ റോഡുള്ളത് കൊണ്ടും പിന്നെ അവിടെ മരം വെട്ടുന്നത് കൊണ്ടും അതിൻ്റെയൊക്കെ നോയ്സ് കേൾക്കാം. സോ അത് ഇഗ്നോർ ചെയ്യുക. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ. എക്സസ് ആയിട്ട് ഒരു സാധനങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്തു വെച്ചാലേ ഉള്ളൂ.
ഇതിൻ്റെ കൂടെ അത്യാവശ്യം വേണ്ട കെറ്റില്, പാത്രം, ഗ്ലാസ് അതുപോലത്തെ കാര്യങ്ങൾ വേറെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല. എല്ലാവർക്കും ആവശ്യം എത്ര ആൾ വരുന്നോ അതുപോലെ ആവശ്യാനുസരണം എടുത്തു വെക്കുന്നതായിരിക്കും നല്ലത്. പുതിയ അമ്മയാകാൻ പോകുന്നവർക്കോ ഇപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ പോകുന്നവർക്കോ കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. ഞാൻ മുക്കാഭാഗം സാധനങ്ങൾ മിയാൻ മാമ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ. സോ ആ വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.